ഹലോ ഓൾ, വെൽക്കം ടു V4 സിവിൽ ക്ലാസ്സസ്. അപ്പോൾ V4 സിവിലിൻ്റെ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോഗ്രാഫ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഹൈഡ്രോഗ്രാഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ്സ് ആണ് അല്ലേ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ, അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തിനൊക്കെ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ ക്വാണ്ടിറ്റീസ് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടാണ്? ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ടർ. ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയും പിന്നെ വേറെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ടൈമാണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ കൂടുതലും നമ്മൾ എക്സാക്സിസിൽ കൊടുക്കുന്നത് ഏതാണ്? ടൈം എന്നുള്ള ക്വാണ്ടിറ്റി. അപ്പോൾ ടൈമും വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? ഹൈഡ്രോഗ്രാഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്താണ്? ഡിസ്ചാർജ് അല്ലേ. അപ്പോൾ ഡിസ്ചാർജും ടൈമും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? ഹൈഡ്രോഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഗ്രാഫ് ദാറ്റ് ഷോസ് ദ ഡിസ്ചാർജ് ഓവർ ടൈം അറ്റ് എനി സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. അതായത് ടൈമും ഡിസ്ചാർജും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ടൈം എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? എക്സ് ആക്സിസിലും അതുപോലെ ഡിസ്ചാർജ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? വൈ ആക്സിസിലും. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്? ഇങ്ങനെയാണ് ഒരു ഹൈഡ്രോഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതുപോലൊരു പീക്കായിട്ട് പോയിട്ട് വീണ്ടും അതുപോലെ താഴോട്ട് പോകുന്നത്. ഇതാണ് എന്ത്? ഒരു ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അതിന് എക്സ് ആക്സിസിൽ എന്താണുള്ളത്? ടൈം കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ഡിസ്ചാർജ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജ് അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് എന്ത്? സ്ട്രീം ഫ്ലോ. ഓക്കെ, അപ്പം എന്താണ് സ്ട്രീം ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രീം ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ട്രീമിലൂടെ പോകുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി. ഈ സ്ട്രീമിലൂടെ പോകുന്ന വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക? നമ്മൾ ഡയറക്റ്റ് റൺ ഓഫും അതേപോലെ തന്നെ ബേസ് ഫ്ലോയും അല്ലേ. സ്ട്രീം ഫ്ലോ ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് റൺ ഓഫ് പ്ലസ് ബേസ് ഫ്ലോ. നമ്മൾ റൺ ഓഫ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ, എന്താണ് ബേസ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ. ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസിലൂടെ പോകുന്ന വാട്ടർ പ്ലസ് സബ് സർഫസ് അല്ലെങ്കിൽ ഇന്റർഫ്ലോ സബ് സർഫസിലൂടെ പോകുന്ന വാട്ടറിൻ്റെ രണ്ടിനും കൂടെ പറയുന്ന പേരാണെന്ത്? ഡയറക്റ്റ് റൺ ഓഫ്. പ്ലസ് ബേസ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിളിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറാണ് ഇത് ബേസ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണ് എന്ത് വരിക? സ്ട്രീം ഫ്ലോ വരിക അല്ലേ. സ്ട്രീം ഫ്ലോ എന്ന് പറഞ്ഞിട്ട് സ്ട്രീമിലൂടെ പോകുന്ന വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള വാട്ടർ ആയിരിക്കും. പ്ലസ് നമ്മൾ നല്ലൊരു റെയിൻഫോൾ പെയ്യുന്ന സമയത്ത്, നല്ല ഇൻറ്റൻസിറ്റിയിൽ റെയിൻഫോൾ പെയ്യുന്ന സമയത്ത് ഈ ഡയറക്റ്റ് റൺ ഓഫ് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഫ്ലോ ആണെങ്കിൽ, സാധാരണ ഒരു റെയിൻഫോൾ ഇല്ലാത്തൊരു സമയമാണെങ്കിൽ ഏത് ഫ്ലോ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ? ബേസ് ഫ്ലോ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ. ബേസ് ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ഇൻറ്റൻസിറ്റിയിൽ മഴ പെയ്യുന്ന സമയത്ത് ഏത് ഫ്ലോയും കൂടെ ഉണ്ടാകും? ഡയറക്റ്റ് റൺ ഓഫും കൂടെ ഉണ്ടാകും അല്ലേ. ആ സമയത്ത് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മുടെ സ്ട്രീമിലുള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പാണ് എന്ത്? ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ ഹൈഡ്രോഗ്രാഫിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഇതാണ് നമ്മുടെ ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഇതാണ് ഹൈഡ്രോഗ്രാഫിൻ്റെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫിഗർ. അപ്പോൾ ഈ ഹൈഡ്രോഗ്രാഫിൽ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്? ചെറിയൊരു പോയിന്റിൽ എന്താണ് ഇത്രയും ക്വാണ്ടിറ്റി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്തുവാ? നമ്മൾ ബേസ് ഫ്ലോ എന്ന് പറയുന്നത് ബേസ് ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു സമയത്ത് അല്ലേ. മഴ പെയ്യുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാകുക?
ഡയറക്റ്റ് റൺ ഓഫ്സ് അല്ലെങ്കിൽ സർഫസ് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്തായിരുന്നു, ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ബേസ് ഫ്ലോയിൽ ഇങ്ങനെ റിവർ എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ സ്ട്രീം എന്ത് ചെയ്യാണ്, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം ഒരു ഈക്വൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു, റെയിൻഫോൾ ഉണ്ടായി, മഴ പെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, നമ്മുടെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയാണ്. കൂടി എന്ത് ചെയ്തു, ഒരു പീക്ക് പോയിന്റ് എത്തി. ഓക്കെ, കൂടി ഒരു പീക്ക് പോയിന്റിലെത്തി. ദെൻ വാട്ട് ഹാപ്പൻസ്, പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, വീണ്ടും റെയിൻഫോൾ കുറയുന്ന സമയത്ത് വീണ്ടും ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാണ്, കുറയാണ്. അങ്ങനെ കുറഞ്ഞ് വീണ്ടും റെയിൻഫോൾ ഇല്ലാത്തൊരു സമയമാകുമ്പോൾ ബേസ് ഫ്ലോ മാത്രമാവുന്നു അല്ലേ. ഈ ഒരു ഫ്ലോയിലാണ് എന്ത് പോകുന്നത്, നമ്മുടെ സ്ട്രീംസ് ഒക്കെ ഒഴുകുന്നത് അല്ലേ. നല്ല മഴ ഇല്ലാത്തൊരു സമയമാകുമ്പോൾ ബേസ് ഫ്ലോ മാത്രമായിട്ട് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഇങ്ങനെ സ്ട്രീം എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു. അതിനുശേഷം റെയിൻഫോൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാട്ടറും കൂടെ വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം റെയിൻഫോളൊക്കെ നിന്ന് കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നു. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു, റെയിൻഫോൾ ഇല്ലാത്തപ്പോൾ ബേസ് ഫ്ലോ ആയിട്ട് മാത്രം മാറുന്നു. അപ്പോൾ നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു സ്ട്രീമിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് എടുക്കുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയാണ് എന്ത്, ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രീമിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നിട്ട് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുകയാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്, വോളിയം ഓഫ് വാട്ടർ ആണ്, അതുകൊണ്ടാണ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഹൈഡ്രോഗ്രാഫിൻ്റെ കമ്പോണൻസ് ആണ്. എന്തെല്ലാം കമ്പോണൻസ് ആണ് ഈ ഹൈഡ്രോഗ്രാഫ്സിനുള്ളത്? ഫസ്റ്റ് വൺ ഇസ് റൈസിംഗ് ലിംബ്, സെക്കൻഡ് വൺ ഇസ് ക്രസ്റ്റ് സെഗ്മെന്റ്, തേർഡ് വൺ ഇസ് falling limb, and fourth one is base flow rescission. Base flow rescission സോ അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ഹൈഡ്രോഗ്രാഫിൻ്റെ കമ്പോണൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ കമ്പോണൻസ് ആണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് റൈസിംഗ് ലിംബ് എന്ന് പറയുന്നത്. റൈസിംഗ് ലിംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റൈസ് ആണ് അല്ലേ, ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ റൈസിംഗ് ലിംബ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസിങ് പോർഷൻ ഓഫ് ഹൈഡ്രോഗ്രാഫിനെയാണ് എന്ത് പറയുന്നത്, റൈസിംഗ് ലിംബ് എന്ന് പറയുന്നത്. സി ഈ ഒരു ഫിഗറിൽ AB റെപ്രസെൻറ്റ്സ് റൈസിംഗ് ലിംബ് അല്ലേ, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പോർഷൻ ഓഫ് ഗ്രാഫാണ് എന്ത്, റൈസിംഗ് ലിംബ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കമ്പോണൻ്റ് എന്താണ്, ഫാളിംഗ് ലിംബ് ഓർ റെസിഷൻ ലിംബ്. ഫാളിംഗ് ലിംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏതായിരിക്കും, ഗ്രാഫിൻ്റെ താഴേക്ക് പോകുന്ന പോർഷൻ. ഈ ഫിഗറിൽ CD റെപ്രസെൻറ്റ്സ് റെസിഷൻ ലിംബ് അല്ലെങ്കിൽ ഫാളിംഗ് ലിംബ് കണ്ടില്ലേ. അതായത് ഒന്ന് ഇൻക്രീസിങ് ആണ്, മറ്റത് ഡിക്രീസിങ് ആണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഏത്, CD എന്ന് പറയുന്നത്. അപ്പോൾ AB ആണ് ഏത്, ഫാളിംഗ് ലിംബ് എന്ന് പറയുന്നത്. CD ആണ് എന്ത്, AB ആണ് റൈസിംഗ് ലിംബ് ആൻഡ് CD ആണ് ഫാളിംഗ് ലിംബ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കമ്പോണൻ്റ് ഓഫ് ഹൈഡ്രോഗ്രാഫ് എന്താണ്, പീക്ക് ഡിസ്ചാർജ് ആണ്. എന്താണ് പീക്ക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്ക് പോയിന്റ് ആണ് അല്ലേ. ഏത് നമ്മുടെ ഈ ഒരു റൈസിംഗ് ലിംബ് ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് എന്താണ്, മാക്സിമം ഡിസ്ചാർജ് ആണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, ഡിസ്ചാർജിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ പോയിന്റ് ആണ് ഏത്, പീക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ ഗ്രാഫ് വേർ ദ ഡിസ്ചാർജ് ഇസ് മാക്സിമം. അപ്പോൾ ഈ ഒരു ഗ്രാഫിക് ഈ ഒരു ഫിഗറിൽ ഏതായിരിക്കും പീക്ക്, ഇതാണ് നമ്മുടെ പീക്ക് പോയിന്റ് അല്ലേ. ഈ പീക്കിൻ്റെ വേറൊരു പേരാണ് എന്ത്, ക്രസ്റ്റ്. പീക്കിൻ്റെ വേറൊരു പേരാണ് ക്രസ്റ്റ്. നാലാമത്തെ കമ്പോണൻ്റ് ഏതാണ്, ലാഗ് ടൈം. ലാഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ടൈമിൻ്റെ ഒരു ലാഗാണ്. ദ ടൈം ടേക്കൺ ബിറ്റ്വീൻ പീക്ക് റെയിൻഫോൾ ആൻഡ് പീക്ക് ഡിസ്ചാർജ് ഇസ് കോൾഡ് ലാഗ് ടൈം. അതായത് പീക്ക് റെയിൻഫോളും പീക്ക് ഡിസ്ചാർജും തമ്മിലുള്ള
ടൈം ലാഗാണെന്ത് ലാഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രീമിൽ മാക്സിമം ഡിസ്ചാർജ് എത്തുന്ന പോയിന്റിൽ നമ്മൾ മെഷർ ചെയ്തു. പക്ഷെ ആ മാക്സിമം ഡിസ്ചാർജിൻ്റെ സമയത്താണോ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഉണ്ടാവുക? അല്ല, നമ്മൾ റെയിൻഫോൾ നല്ല ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ നല്ല മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ റെയിൻഫോൾ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ പോയിന്റിൽ തന്നെ സ്ട്രീമിൽ എന്തുണ്ടാവില്ല, മാക്സിമം ഡിസ്ചാർജ് ഉണ്ടാവില്ല. കാരണം നല്ല റെയിൻഫോൾ പെയ്തുകൊണ്ടിരിക്കുമ്പം എല്ലാ ചാനൽസിൽ നിന്നുള്ള വാട്ടർ അല്ലെങ്കിൽ എല്ലാ സർഫസിൽ നിന്നുള്ള വാട്ടറൊക്കെ ജോയിൻ ചെയ്ത് സ്ട്രീമിലെത്തി ആ സ്ട്രീമിൻ്റെ വാട്ടർ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതിനെന്തുണ്ട്, ഒരു ചെറിയ ടൈം ലാഗ് ഉണ്ട്. ആ ചെറിയ ടൈം ലാഗാണ് എന്ത് ലാഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും പീക്ക് റെയിൻഫോളും പീക്ക് ഡിസ്ചാർജും എന്തല്ല ഒരേ ടൈമിലല്ല സംഭവിക്കുന്നത്. പീക്ക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്ക് റെയിൻഫോൾ പെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ ടൈം എടുത്തിട്ട്, അതായത് കുറേ ചാനൽ എല്ലാ സർഫസിലൂടെയുള്ള റൺ ഓഫ് ഒക്കെ വന്ന് സ്ട്രീമിലെത്തി സ്ട്രീമിൻ്റെ ക്വാണ്ടിറ്റി, സ്ട്രീമിൻ്റെ റൺ ഓഫ് ഒക്കെ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു മാക്സിമം പോയിന്റിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പീക്ക് ഡിസ്ചാർജ് സംഭവിക്കുന്നത് അല്ലേ. പക്ഷെ പീക്ക് റെയിൻഫോൾ എപ്പോഴാണ് സംഭവിക്കുന്നത്, റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി ഏറ്റവും മാക്സിമം ആയിരിക്കുന്ന സമയത്താണ് പീക്ക് റെയിൻഫോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്തല്ല, അറ്റ് എ ടൈം അല്ല സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു ടൈം ലാഗാണെന്ത് ലാഗ് ടൈം എന്ന് പറയുന്നത്. സോ ഗ്രാഫിൽ നമുക്ക് ആ ലാഗ് ടൈം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സോ ഇതാണ് നമ്മുടെ ഹൈഡ്രോഗ്രാഫ്. ഇതാണ് നമ്മുടെ ഹൈഡ്രോഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൈസിങ് ലിംബ്, ഇതാണ് ഫാളിങ് ലിംബ്, ഇതാണ് പീക്ക് ഡിസ്ചാർജ്. ആൻഡ് ഇത് നമ്മൾ ഈ ഒരു ഹൈഡ്രോഗ്രാഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്താണ് നമ്മൾ ഹൈറ്റോഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഹൈഡ്രോഗ്രാഫ് ആൻഡ് ഹൈറ്റോഗ്രാഫ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സെയിം ആയിട്ട് തോന്നുമെങ്കിലും ഹൈഡ്രോഗ്രാഫും ഹൈറ്റോഗ്രാഫും എൻ്റയർലി എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഹൈറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെയിൻഫോൾ ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ ആണ് നമുക്കറിയാം. അപ്പോൾ ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ വാട്ടർ ആണ്, അതായത് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജും ടൈമും തമ്മിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യരുത്, മാറിപ്പോവരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈഡ്രോഗ്രാഫിൽ ഏതൊരു പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യാം, റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയിലുള്ള ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും മാക്സിമം റെയിൻഫോൾ എവിടെയായിരിക്കും, ഈ ഒരു പോയിന്റ് ആണ് അല്ലേ. ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈറ്റോഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇവിടുത്തെ ഏറ്റവും മാക്സിമം റെയിൻഫോൾ ഇവിടെയാണ് ഉണ്ടാവുക. ഈ ഒരു ഗ്രാഫിൽ, ഈ ഒരു ചെറിയ ഗ്രാഫിൽ മാക്സിമം പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് എന്ത് മാക്സിമം റെയിൻഫോൾ ഉള്ളത്. അപ്പോൾ ഈ മാക്സിമം റെയിൻഫോളും അതുപോലെ ഇതിൻ്റെ മാക്സിമം ഡിസ്ചാർജ് എവിടെയാണ്, ഇതാണ് ഈ മാക്സിമം ഡിസ്ചാർജ് ഉള്ള പോയിന്റ്. അപ്പോൾ ഈ മാക്സിമം റെയിൻഫോളും ഈ മാക്സിമം ഡിസ്ചാർജും തമ്മിലുള്ള ഈ ഒരു ലൈനാണ് എന്ത് ലാഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാഗ് ടൈം. മാക്സിമം റെയിൻഫോളും മാക്സിമം ഡിസ്ചാർജും തമ്മിലുള്ള എന്താണ് ലൈനാണ് എന്ത് ലാഗ് ടൈം എന്ന് പറയാം. അപ്പോൾ ലാഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഡിസ്ചാർജ് എത്തണമെങ്കിൽ പീക്ക് റെയിൻഫോൾ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്ത് മാക്സിമം ഡിസ്ചാർജ് എത്തുള്ളൂ. കാരണം നമ്മൾ റെയിൻഫോളൊക്കെ നല്ല ഇൻറ്റൻസിറ്റിയിൽ പെയ്ത് അതിൻ്റെ സർഫസ് റൺ ഓഫുകളൊക്കെ വന്ന് ക്വാണ്ടിറ്റിയൊക്കെ കൂടുന്ന ആ ഒരു ടൈം, അതാണ് എന്ത് ലാഗ് ടൈം എന്ന് പറയുന്നത്. സോ അത് ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, ഈ രണ്ട് പീക്സും തമ്മിലുള്ള ലൈനാണ് എന്ത് ലാഗ് ടൈം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇതിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. റൈസിങ് ലിംബ്, ഫാളിങ് ലിംബ്, പീക്ക് ഡിസ്ചാർജ്, ലാഗ് ടൈം. ഇതാണ് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഇത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹൈഡ്രോളജി അല്ല ഹൈഡ്രോഗ്രാഫ്. ഓക്കെ, ഹൈഡ്രോഗ്രാഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഫാക്ടർ ഇസ് ഡ്രെയിനേജ് ബേസിൻ. ഡ്രെയിനേജ് ബേസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് എന്താണ് ഹൈഡ്രോഗ്രാഫിൽ ചേഞ്ചസ് ഉണ്ടാകാം.
അതുപോലെ സോയിൽ ആൻഡ് റോക്ക് ടൈപ്പ്. സോയിലൊക്കെ പെർമിയബിൾ ആണോ, ഇംപെർമിയബിൾ ആണോ, പെർവിയസ് ആണോ, ഇംപെർവിയസ് ആണോ, അങ്ങനെ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രോഗ്രാഫിൽ ചേഞ്ചസ് ഉണ്ടാകാം. അതുപോലെ വെതർ ആൻഡ് ക്ലൈമറ്റ്, നമ്മുടെ വെതറിനനുസരിച്ച്, പ്രസിപ്പിറ്റേഷൻ്റെ അളവിനനുസരിച്ച്, പ്രസിപ്പിറ്റേഷൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഹൈഡ്രോഗ്രാഫിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാകും. അതുപോലെ വെജിറ്റേഷൻ കവർ, ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഫോറസ്റ്റ് ഏരിയ ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ വാട്ടറിൻ്റെ സർഫസിൻ്റെ റൺ ഓഫിനൊക്കെ എന്തെങ്കിലും സർഫസിൻ്റെ റൺ ഓഫിനൊക്കെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഹൈഡ്രോഗ്രാഫിൽ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് ബേസ് ഫ്ലോ സെപ്പറേഷൻ. എന്താണ് ബേസ് ഫ്ലോ സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേസ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിലൂടെ, ഗ്രൗണ്ട് വാട്ടർ ടേബിളിലൂടെ ഉള്ള ഫ്ലോ ഓഫ് വാട്ടറാണ് എന്ത്, ബേസ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ സ്ട്രീം ഫ്ലോന്ന് ബേസ് ഫ്ലോനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രീം ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സ്ട്രീമിലൂടെയുള്ള ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെയൊക്കെ സമ്മാണ്, ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് റൺ ഓഫ് പ്ലസ് ബേസ് ഫ്ലോ ആണ് അല്ലേ. നമ്മുടെ സ്ട്രീം ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് റൺ ഓഫ് പ്ലസ് ബേസ് ഫ്ലോ ആണ്. അപ്പം നമ്മൾ ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ബേസ് ഫ്ലോ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്യാണ്. ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് നമുക്ക് റിമൈനിങ് ആയിട്ടുണ്ടാവുക, ഡയറക്റ്റ് റൺ ഓഫ് മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ ഡയറക്റ്റ് റൺ ഓഫ് മാത്രം നമുക്ക് പിന്നെ എന്തേ ഉള്ളൂ, റിമൈനിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, ബേസ് ഫ്ലോ സെപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രീം ഫ്ലോന്ന് ബേസ് ഫ്ലോനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്, ബേസ് ഫ്ലോ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ദി സെപ്പറേറ്റ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബേസ് ഫ്ലോ ആൻഡ് സർഫസ് റൺ ഓഫ് ഫ്രം ദ സ്ട്രീം ഡിസ്ചാർജ് ഡാറ്റ ഇസ് കോൾഡ് സെപ്പറേഷൻ ഓഫ് ബേസ് ഫ്ലോ. ഓക്കെ, നമ്മുടെ സ്ട്രീം ഫ്ലോന്ന് ബേസ് ഫ്ലോനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, ബേസ് ഫ്ലോ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ഫ്ലോ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി 3 മെത്തേഡ്സുകളാണുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ആ മെത്തേഡുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ ഈസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ഗ്രാഫിക്കലി നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെല്ലാ ക്വാണ്ടിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രാഫിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബേസ് ഫ്ലോനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഫിക്സ്ഡ് ബേസ് മെത്തേഡ്. ആൻഡ് തേർഡ് മെത്തേഡ് ഇസ് വേരിയബിൾ സ്ലോപ്പ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഈ ഒരു ഗ്രാഫിനകത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ MA എന്നുള്ള പോയിന്റ് എന്താണ്, റെയിൻഫോളിന് മുന്നേ സ്ട്രീം എന്ത് ചെയ്യായിരുന്നു, ബേസ് ഫ്ലോ മാത്രമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു ഗ്രാഫാണിത് അല്ലേ. അപ്പോൾ ഈ MA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു A എന്നുള്ള പോയിന്റാണ് എന്ത്, അപ്പം ബേസ് ഫ്ലോ. അതുപോലെ ഈ ഒരു പീക്ക്, ഈ ഒരു റൈസിങ് ലിംബും അതേപോലെ ഫോളിംഗ് ലിംബ്, ഈ പീക്കൊക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണ് എന്ത്, നമ്മൾ റെയിൻഫോൾ വന്നതിന് ശേഷമുള്ള ഇത്. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാണ്, പഴയ പോലെ ആവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പോയിന്റുകൾ എന്താണ്, ബേസ് ഫ്ലോ മാത്രമാണ് അല്ലേ, ബേസ് ഫ്ലോ മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണ്, നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് ബേസ് ഫ്ലോ സെപ്പറേറ്റ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല, ഇതിനകത്ത് വീണ്ടും കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ അത്ര ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ബേസ് ഫ്ലോ എന്താണെന്നുള്ള, ഈ ഗ്രാഫിൽ നിന്ന് ബേസ് ഫ്ലോ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് ബേസ് ഫ്ലോ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമുകളാണ് റെയിൻഫോൾ എക്സസ് ആൻഡ് ഇഫക്റ്റീവ് റെയിൻഫോൾ. രണ്ടും ഏകദേശം ഒരേപോലെ മീനിങ് ഉള്ള വേർഡ്സ് ആണ്, റെയിൻഫോൾ എക്സസും അതേപോലെ ഇഫക്റ്റീവ് റെയിൻഫോൾ എന്നുള്ളതും. അപ്പോൾ നമുക്ക് നോക്കാം റെയിൻഫോൾ എക്സസ്. ആദ്യം ഫസ്റ്റ് ടേം റെയിൻഫോൾ എക്സസ് എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഇനീഷ്യൽ ലോസസ് ആൻഡ് ഇൻഫിൽട്രേഷൻ ലോസസ് ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ ടോട്ടൽ റെയിൻഫോൾ. ടോട്ടലായിട്ടുള്ള റെയിൻഫോൾ എന്ന് നമ്മൾ ഇനീഷ്യൽ ലോസസും അതുപോലെ
ഇൻഫിൽട്രേഷൻ ലോസസും സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ലോസസ്, ഇനീഷ്യൽ ലോസസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു നമ്മൾ ഇനീഷ്യലായിട്ടുള്ള ഉണ്ടാവുന്ന ലോസസ്? ഇൻ്റർസെപ്ഷന്, ട്രാൻസ്പിറേഷൻ, അങ്ങനത്തെ ഒരുപാട് ലോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ടിലെത്തിയതിന് ശേഷം ഇൻഫിൽട്രേഷൻ ലോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന റെയിൻഫോളിൽ ബാക്കി ഉണ്ടാകുന്ന ആ ഒരു വാട്ടറാണ് എന്ത്? റിമൈനിങ് പോർഷൻ ഓഫ് റെയിൻഫോൾ ഇസ് കോൾഡ് റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, നോട്ട് ചെയ്ത് വെക്കണം. റെയിൻഫോൾ എക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ലോസസും അതുപോലെ ഇൻഫിൽട്രേഷൻ ലോസസും എല്ലാം നമ്മുടെ ടോട്ടൽ റെയിൻഫോളിൽ നിന്ന് മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിമൈനിങ് പോർഷൻ ഓഫ് റെയിൻഫോളിനാണ് എന്ത് പറയുന്നത്? റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സർഫസ് റൺ ഓഫ് ഒക്കേഴ്സ് ഓൺലി വെൻ ദർ ഇസ് റെയിൻഫോൾ എക്സസ്. അപ്പോൾ സർഫസ് റൺ ഓഫ് എപ്പോഴാണ് ഉണ്ടാവുക? റെയിൻഫോൾ എക്സസ് ഉണ്ടാകുമ്പോൾ മാത്രമേ സർഫസ് റൺ ഓഫ് ഉണ്ടാകുന്നുള്ളൂ. അതെങ്ങനെയാണ്? നമ്മുടെ മഴ പെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ ലോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എവിടെ എത്തി? വാട്ടർ ഗ്രൗണ്ടിലെത്തിയതിനു ശേഷം ഇൻഫിൽട്രേഷൻ ലോസസ്, അതായത് ഗ്രൗണ്ടിനുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വാട്ടർ പോയി. ഗ്രൗണ്ടിന് താങ്ങാൻ കഴിയുന്ന ഒരു പരിധി വരെ എന്ത് ചെയ്തു? ഗ്രൗണ്ടിനകത്തേക്ക് അബ്സോർബ് ആയിട്ട് പോയി, സോയിലിനകത്തേക്ക് അബ്സോർബ് ആയിട്ട് പോയി. ബാക്കിയുള്ള വാട്ടർ, അതായത് സോയിൽ എന്തായി? മോയ്സ്ചറൈസ്ഡ് ആയി, അതുപോലെ സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ബാക്കി വാട്ടർ എന്ത് ചെയ്യും? സോയിൽ അബ്സോർബ് ചെയ്യില്ല, എന്തായി പോവും? സർഫസിൽ റൺ ഓഫ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് പറയുന്നത് സർഫസ് റൺ ഓഫ് ഒക്കേഴ്സ് ഓൺലി വെൻ ദർ ഇസ് റെയിൻഫോൾ എക്സസ്. അപ്പോൾ എക്സസ് ആയിട്ട് റെയിൻഫോൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അവിടെ റെയിൻഫോൾ എക്സസ് സർഫസ് റൺ ഓഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ റെയിൻഫോൾ എക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്മുടെ ഇനീഷ്യൽ ലോസസും ഇൻഫിൽട്രേഷൻ ലോസസും ഒക്കെ മൈനസ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന റിമൈനിങ് പോർഷൻ ഓഫ് റെയിൻഫോൾ ആണ് അല്ലേ? അപ്പോൾ ആ ബാക്കി റിമൈനിങ് പോർഷൻ ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോവോ? ഇല്ല. കാരണം എന്താ? സോയിൽ ഓൾറെഡി മോയ്സ്ചറൈസ്ഡ് ആയി, ഓൾറെഡി സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യില്ല? ഇൻഫിൽട്രേറ്റ് ആയി പോവില്ല. ബാക്കി റെയിൻഫോൾ എന്താണ് ആവുന്നത്? സർഫസിലൂടെ റൺ ഓഫ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സർഫസ് റൺ ഓഫ് ഒക്കേഴ്സ് ഓൺലി വെൻ ദർ ഇസ് റെയിൻഫോൾ എക്സസ്. റെയിൻഫോൾ എക്സസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റെയിൻഫോൾ മൈനസ് 5. 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇനീഷ്യൽ ലോസസ് ആയിരുന്നു അല്ലേ? ഇനീഷ്യൽ ലോസസ് ആയിരുന്നു. 5 × T ആണ് കേട്ടോ. 5 എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് ആയിരുന്നു. ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് ഒക്കെ എന്തായിരുന്നു? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫിൽട്രേഷൻ ലോസസ് കാരണം ഉണ്ടാകുന്നതാണ് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ ലോസസ് ഒക്കെ മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് റെയിൻഫോൾ ആണ് എന്ത്? റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, റെയിൻഫോൾ എക്സസ്. ഈ ഒരു ഫിഗറിൽ നോക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇതാണ് നമ്മുടെ സർഫസ്. ഓക്കെ, ഇതാണ് സർഫസ്. ഇതിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? റെയിൻഫോൾ എക്സസ്. ഓക്കെ, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഡീപ്പ് സ്റ്റോറേജ് ഓർ ബേസ് ഫ്ലോ ആണ്. അതായത് റെയിൻഫോൾ പെയ്യുന്ന സമയത്ത് ആദ്യത്തെ റെയിൻഫോളുകളൊക്കെ, ഇനീഷ്യൽ ആയിട്ടുള്ള റെയിൻഫോളുകളൊക്കെ എന്തായിപ്പോയി? ഒന്നുകിൽ ഇനീഷ്യൽ ലോസസ് ആയിട്ട് മാറും, അല്ലെങ്കിലോ ഇതുപോലെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് പോകും അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകുന്ന വാട്ടറാണ് എന്ത്? ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 75%. ഇപ്പോൾ ഒരു റെയിൻഫോൾ പെയ്യുന്ന സമയത്ത് 75% എന്തായിട്ടാണ് മാറുന്നത്? സ്റ്റോറേജ് ആയിട്ട് അല്ലെങ്കിൽ ബേസ് ഫ്ലോ ആയിട്ടാണ് മാറുന്നത്. ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോവാണ്. ബാക്കി അതിലും കൂടുതൽ റെയിൻഫോൾ ഉണ്ടാകുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? റെയിൻഫോള് സർഫസിലൂടെ ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് ഇത്. റെയിൻഫോൾ എക്സസിൻ്റെ ഒരു ഗ്രാഫാണ്. നമ്മൾ ഇൻഫിൽട്രേഷൻ ലോസസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ലോസസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ ഹൈറ്റോഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇനീഷ്യലി ഉള്ള ലോസസ് നമ്മൾ ഒരു ആവറേജ് പോയിന്റ് എടുത്തു അല്ലേ? ഒരു ആവറേജ് പോയിന്റ് എടുത്തു. ആ ഒരു ആവറേജ് പോയിന്റിനകത്ത് ആ ഒരു ആവറേജ് പോയിന്റിൻ്റെ മേലെ വരുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? റെയിൻഫോള് ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ സർഫസിലൂടെ റൺ ഓഫ് ആയിട്ട് മാറുന്നതായിരുന്നു നമ്മൾ ഇൻഫിൽട്രേഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു ആവറേജ് പോയിന്റ് എടുത്തു, അതിൻ്റെ മേലെ വരുന്നതൊക്കെ എന്താണ്? റെയിൻഫോള്
ഇതൊക്കെ സർഫസിലൂടെ റൺ ഓഫ് ആയിട്ട് മാറുന്ന റെയിൻഫോളുകൾ. ഇപ്പം ഇതൊക്കെ എന്താണ്? റെയിൻഫോൾ എക്സസ് ആണ്. ഓക്കെ, റെയിൻഫോൾ ഇത് ലോസ്, ഇനീഷ്യൽ ലോസസ് ആണ്. ദെൻ അടുത്ത ടേമാണ് ഇഫക്റ്റീവ് റെയിൻഫോൾ. ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പോർഷൻ ഓഫ് ദ റെയിൻഫോൾ വിച്ച് കോസസ് ഡയറക്റ്റ് റൺ ഓഫ്. അപ്പോൾ ഡയറക്റ്റ് റൺ ഓഫിന് കാരണമാകുന്ന പോർഷൻ ഓഫ് റെയിൻഫോൾ ആണ് എന്ത്? ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഉണ്ടാകും? ബോത്ത് സർഫസ് ആൻഡ് സബ് സർഫസ് അല്ലേ? സർഫസും സബ് സർഫസ് ഫ്ലോയും ഉണ്ടാവും. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇഫക്റ്റീവ് റെയിൻഫോളും അതുപോലെ തന്നെ റെയിൻഫോൾ എക്സസും ഒന്നല്ലേന്ന് തോന്നും അല്ലേ? പോർഷൻ ഓഫ് ദ റെയിൻഫോൾ വിച്ച് കോസസ് ഡയറക്റ്റ് റൺ ഓഫ്. ഡയറക്റ്റ് റൺ ഓഫിന് കാരണമാകുന്ന റെയിൻഫോൾ ആണ് എന്ത്? ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത്. പക്ഷെ ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെയൊക്കെ സമ്മായിരുന്നു? സർഫസ് ഫ്ലോ പ്ലസ് സബ് സർഫസ് ഫ്ലോ അല്ലേ? സർഫസ് ഫ്ലോ പ്ലസ് സബ് സർഫസ് ഫ്ലോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ റെയിൻഫോൾ എക്സസിൻ്റെ കേസിൽ എന്തായിരുന്നു? സർഫസ് ഫ്ലോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? സർഫസ് ഫ്ലോക്ക് മാത്രം കാരണമാകുന്ന ആ ഒരു പോർഷൻ ഓഫ് റെയിൻഫോൾ ആയിരുന്നു എന്ത്? റെയിൻഫോൾ എക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെയോ ഡയറക്റ്റ് റൺ ഓഫിന് കാരണമാകുന്ന റെയിൻഫോൾ. അപ്പോൾ ആ രണ്ട് ടേംസ് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക, മാറിപ്പോകരുത്. ഇവിടെ ഡയറക്റ്റ് റൺ ഓഫിന് കാരണമാകുന്ന പോർഷൻ ഓഫ് റെയിൻഫോൾ ആണ് എന്ത്? ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് റൺ ഓഫിന് കാരണമാകുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ റൺ ഓഫുകളുണ്ട്? സർഫസ് ഫ്ലോയും ഉണ്ട്, അതുപോലെ സബ് സർഫസ് ഫ്ലോയും ഉണ്ട്. പക്ഷേ നമ്മുടെ റെയിൻഫോൾ എക്സസിൻ്റെ കേസിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സർഫസ് ഫ്ലോക്ക് കാരണമാകുന്ന റെയിൻഫോളിനെയാണ് എന്ത് പറയുന്നത്? എക്സസ് റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്സസ് റെയിൻഫോളിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹയർ ക്വാണ്ടിറ്റി ആയിരിക്കും. എന്തുകൊണ്ട്? ഇതിൽ സർഫസ് ഫ്ലോയും അതുപോലെ സബ് സർഫസ് ഫ്ലോയും കൂടെ ഉണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ റെയിൻഫോൾ എക്സസിൻ്റെ കേസിൽ സർഫസ് ഫ്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സർഫസ് ഫ്ലോയും സബ് സർഫസ് ഫ്ലോയും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റെയിൻഫോൾ എക്സസിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹയർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എക്സസീവ് റെയിൻഫോളും അതുപോലെ ഇഫക്റ്റീവ് റെയിൻഫോളും. Effective rainfall can be obtained from direct runoff hydrograph. ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് എന്താണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്? DRH. നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവ് റെയിൻഫോൾ കണ്ടുപിടിക്കാം. എഫക്റ്റീവ് റെയിൻഫോൾ ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് റൺ ഓഫ് വോളിയം ബൈ ഏരിയ ഓഫ് കാച്ച്മെൻറ്റ്. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇഫക്റ്റീവ് റെയിൻഫോൾ ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് റൺ ഓഫ് വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് കാച്ച്മെൻറ്റ്. സോ ഇത് ഇഫക്റ്റീവ് റെയിൻഫോളിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ് കേട്ടോ. ഇത് ഇൻഫിൽട്രേഷൻ ലോസസ് ആണ്. ഇത് അതിന് ശേഷം വരുന്ന ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡയറക്റ്റ് റൺ ഓഫ് ആണ് അല്ലേ? ഡയറക്റ്റ് റൺ ഓഫിന് കാരണമായിട്ടുള്ളതാണ് സർഫസ് ഫ്ലോയും അതുപോലെ സബ് സർഫസ് ഫ്ലോയും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോഗ്രാഫ്സിനെ പറ്റിയിട്ടാണ്. ഹൈഡ്രോഗ്രാഫ് എന്താണെന്നും അതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോഗ്രാഫ്. അതിൽ മെയിനായിട്ട് നമുക്ക് ഉള്ളത് ഏതാണ്? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ് കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് നെയിമുകളൊന്ന് മാത്രം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? നാച്ചുറൽ ഹൈഡ്രോഗ്രാഫ്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, ഡയമെൻഷൻലെസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആൻഡ് സിന്തറ്റിക് ഹൈഡ്രോഗ്രാഫ്. ഇത്തരത്തിലാണ് നമുക്ക് എന്തുള്ളത്? ടൈപ്സ് ഓഫ് ഹൈഡ്രോഗ്രാഫ് ഉള്ളത്. നമുക്ക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹൈഡ്രോഗ്രാഫ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് റിസൾട്ടിങ് ഫ്രം 1 യൂണിറ്റ് ഡെപ്ത്. അതായത് ഡയറക്റ്റ് റൺ ഓഫ് ആണ്. ഇറ്റ്സ് ദ ഹൈഡ്രോഗ്രാഫ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ്. ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയായിരുന്നു? സർഫസ് ഫ്ലോയും സബ് സർഫസ് ഫ്ലോയും അല്ലേ? അപ്പോൾ ഡയറക്റ്റ് റൺ ഓഫിൻ്റെയും എങ്ങനെയാണ്? ഫ്രം 1 യൂണിറ്റ് ഡെപ്ത്. ഒരു യൂണിറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള ഓഫ് റെയിൻഫോൾ എക്സസ് ഒക്കറിങ് യൂണിഫോംലി ഓവർ ദി ബേസിൻ
ആൻഡ് അറ്റ് എ യൂണിഫോം റേറ്റ് ഫോർ എ സ്പെസിഫൈഡ് ഡ്യൂറേഷൻ. നമ്മൾ ഒരു സ്പെസിഫൈഡ് ഡ്യൂറേഷനിൽ, ഇപ്പോൾ സ്പെസിഫൈഡ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവേഴ്സിലാണ് എടുക്കുക. അപ്പോൾ ഒരു ഡി അവേഴ്സിൽ ഒരു സ്പെസിഫൈഡ് ഡ്യൂറേഷനിൽ ഒരു യൂണിഫോം റേറ്റിലാണ് റെയിൻഫോൾ ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് എന്താണ് എടുക്കുന്നത്? ഡയറക്റ്റ് റൺ ഓഫ് റിസൾട്ടിങ് ഫ്രം 1 യൂണിറ്റ് ഡെപ്ത്, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് ഡെപ്തിലുള്ള റെയിൻഫോൾ എക്സസ് ഒക്കറിങ് യൂണിഫോംലി ഓവർ ദ ബേസിൻ. ഒരു ബേസിനിൽ എന്ത് ചെയ്യാണ്? ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് ഡെപ്തിലുള്ള റെയിൻഫോൾ ഡയറക്റ്റ് റൺ ഓഫിനെയാണ് എന്തെടുക്കുന്നത്? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. Unit hydrograph method is the most popular and widely used method for predicting flood hydrograph resulting from a known storm. ഒരു ഫ്ലഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഏതാണ്? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക, എക്സാമിന് ചോദിക്കും. കൂടുതൽ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും അധികം ഉണ്ടാവാറില്ല. കാരണം നമുക്ക് ഒത്തിരി വലിയ പ്രോബ്ലംസ് ഒന്നും ചെയ്ത് തീർക്കാനുള്ള ടൈം ഉണ്ടാവില്ല. പക്ഷേ കൂടുതൽ ഹൈഡ്രോഗ്രാഫ്സ് എന്ന് വന്ന ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതലുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലൊക്കെ കൊടുക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഈ ഒരു പോർഷന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡാണ് ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. എന്തിന്? ഫ്ലഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സജസ്റ്റഡ് ബൈ ഷെർമാൻ ഇൻ 1932. ഇതൊരു പ്രാവശ്യം PSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സയൻറ്റിസ്റ്റിൻ്റെ നെയിം, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ നെയിം എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെർമാൻ ഇൻ 1932. സോ ഇതാണ് ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രോഗ്രാഫിൻ്റെ പോലെ തന്നെയാണ് ഉണ്ടാവുക, ഹൈഡ്രോഗ്രാഫാണ്. പക്ഷേ ഇത് ഓൺലി ഡിഫറൻസസ് നമ്മൾ എന്ത് ചെയ്യാണ്? സ്പെസിഫിക്കലി ഒരു യൂണിറ്റ് ഡെപ്തിൽ എന്ത് ചെയ്യാണ്? അവിടുത്തെ ഒരു റെയിൻഫോളിൻ്റെ എക്സസും അതിൻ്റെ ഡയറക്റ്റ് റൺ ഓഫാണ് എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് മാത്രമുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദസ് വൺ ക്യാൻ ഹാവ് 6-hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, 12-hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഡി അവേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനെ നമ്മൾ സ്പെസിഫിക്കലി പറയാറുള്ളത്. ഇപ്പോൾ ഒരു ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്കലി എന്താണ്? ഇന്ന മണിക്കൂറിൽ ഇത്ര ഡെപ്തിൽ എത്ര മഴ പെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ നെയിം എന്ന് പറയുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡി അവർ ഹൈഡ്രോഗ്രാഫ്. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവേഴ്സിനനുസരിച്ച് ഇപ്പോൾ 6 hourലുള്ളതാണ്, 6 hour ഡ്യൂറേഷനിലാണ് ഉള്ളതെങ്കിൽ ആ ഒരു ഹൈഡ്രോഗ്രാഫിൻ്റെ നെയിം എന്തായിരിക്കും? 6-hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. 12-hour ഡ്യൂറേഷനിലാണെങ്കിലോ 12-hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അങ്ങനെ ഡെപ്ത് ഓഫ് റെയിൻഫോളും ഡ്യൂറേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഈ ഒരു ഗ്രാഫിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഡെപ്ത് ഓഫ് റെയിൻഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 1 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള റെയിൻഫോളിൻ്റെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഡി അവേഴ്സ്. അത് എത്രയാവാം? നമ്മൾ എത്രയാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ഇൻറ്റൻസിറ്റി, അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡെപ്ത് ബൈ ഡ്യൂറേഷൻ. Intensity is equal to depth divided by duration. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ ഡെപ്ത് ബൈ ഡ്യൂറേഷൻ. അപ്പോൾ ഇൻറ്റൻസിറ്റി എത്ര വരും? ഇപ്പോൾ 6-hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണെങ്കിൽ 1/6 ഇൻറ്റൻസിറ്റി അല്ലേ? ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 1/6 വരും. A 6-hour unit hydrograph will have an effective rainfall intensity of 1/6 centimeter per hour. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ബൈ ഡ്യൂറേഷൻ ആണ്. നമ്മൾ എത്രയാണോ നമ്മുടെ ഹൈഡ്രോഗ്രാഫിൻ്റെ ഡ്യൂറേഷൻ അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത്. നൗ യൂസസ് ഓഫ് ഹൈഡ്രോഗ്രാഫ്. എന്താണ് ഹൈഡ്രോഗ്രാഫിൻ്റെ യൂസസ് എന്ന് പറയുന്നത്? First one is unit hydrograph can be used to develop the flood hydrographs for extreme rainfall magnitude for the design of the hydraulic structure.
നമ്മളൊരു ഹൈഡ്രോളിക് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് അവിടെ പീക്ക് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്ലഡ് എത്രയാണ്, അതായത് എക്സ്ട്രീം റെയിൻഫോൾ മാഗ്നിറ്റ്യൂഡ്, നമ്മൾ ഏറ്റവും കൂടുതൽ പീക്ക് പോയിന്റിലുള്ള റെയിൻഫോളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലഡ് പ്രെഡിക്റ്റ് ചെയ്യാം. അതുവഴി നമുക്ക് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സൊക്കെ എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാട്ടർഷെഡ് സിമുലേഷൻ മോഡൽസ്. നമ്മുടെ വാട്ടർഷെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാച്ച്മെൻറ്റ് ഏരിയാസൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സിമുലേഷൻ മോഡൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഹൈഡ്രോഗ്രാഫ്സ് യൂസ് ചെയ്യാം. ഇറ്റ്സ് യൂസ്ഡ് ഫോർ ദ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് സിസ്റ്റം. നമ്മൾ ഒരു ഏരിയയിൽ ഇപ്പം ഹാബിറ്റാറ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ ഫ്ലഡ് എത്രത്തോളം ഫ്ലഡ് വരും എന്നുള്ളതും അതുപോലെ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർണിംഗ് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഫ്ലഡ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി, ഫ്ലഡ് പ്രിഡിക്ഷനാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രോഗ്രാഫിൻ്റെ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് ഫ്ലഡ് ഫ്ലോ റെക്കോർഡ്സ് ബേസ്ഡ് ഓൺ റെയിൻഫോൾ റെക്കോർഡ്സ്. അപ്പോൾ റെയിൻഫോളിൻ്റെ റെക്കോർഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലഡിൻ്റെ ഫ്ലോ എന്ത് ചെയ്യാം, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് അസംഷൻസ് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. ഒരു ഹൈഡ്രോഗ്രാഫ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് അസംഷൻസൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ക നമുക്ക് അതുപോലെ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഒരുപാട് അസംഷൻസൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പം നിയർലി ടു ആക്യുറേറ്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ അതാണ് കുറച്ച് അസംഷൻസ് ഉണ്ട് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൽ. ദി എക്സസ് റെയിൻഫോൾ ഹാസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് 1/d cm/hour വിത്ത് എഫക്റ്റീവ് സ്റ്റോം ഡ്യൂറേഷൻ ഓഫ് d hours. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. എത്രയാണത്, 1/d cm/hour ആണ്, കോൺസ്റ്റൻ്റ് ഒരു ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. പ്രിൻസിപ്പിൾ ഓഫ് ടൈം ഇൻവാരിയൻസ് ഹോൾഡ്. അതായത് ടൈമിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും, ഇൻവേരിയൻസ്, അതായത് വേരിയൻസ് ഉണ്ടാകും. അപ്പോൾ അതും എന്ത് ചെയ്യും, ആ ടൈമിൻ്റെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. അൺചേഞ്ചിങ് ബേസിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരു ബേസിന് ഔട്ട്ലെറ്റ് എന്താണ്, ചേഞ്ച് ചെയ്യാത്തൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബേസിനാണ് നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. ശരിക്കും ബേസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, വേരിയേഷൻസ് ഉണ്ടാകാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സസ് റെയിൻഫോൾ ഓവർ ദി ബേസിൻ. അപ്പോൾ ബേസിനിലെ മേലെ റെയിൻഫോൾ എന്ത് ചെയ്യാണ്, യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. കോൺസ്റ്റൻറ്റ് ബേസ് ടൈം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ഫോർ എക്സസ് റെയിൻഫോൾ ഓഫ് എ ഗിവൻ ഡ്യൂറേഷൻ. അപ്പോൾ ബേസ് ടൈം എന്താണ്, കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ ഹൈഡ്രോഗ്രാഫിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ലിമിറ്റേഷൻ ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. ഹൈഡ്രോഗ്രാഫിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് കാൺ ബി അപ്ലൈഡ് ടു വെരി ലാർജ് ഏരിയ ഗ്രേറ്റർ ദാൻ 5000 km² ആൻഡ് വെരി സ്മോൾ ഏരിയ ലെസ് ദാൻ 2 km² കാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എവിടേക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നൊരു പ്രാവശ്യം PSCയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ ഏരിയാസിലും വളരെ ചെറിയ ഏരിയാസിലും എന്തല്ല, ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ എന്താണ്, മീഡിയം ടു സ്മോൾ, വെരി സ്മോൾ അല്ല, സ്മോൾ ടു മീഡിയം ആണ് എന്ത്, നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം വളരെ വലിയ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 5000 km² കൂടുതലാണെങ്കിലും 2 km² കുറവാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ ലോങ് ബേസിൻ. അപ്പോൾ ലോങ് ബേസിൻ എന്തല്ല, സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ആപ്ലിക്കബിൾ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. അപ്പോൾ ചെറിയൊരു ഡ്യൂറേഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ഒത്തിരി വലിയ ഡ്യൂറേഷനിലൊന്നും ഈ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എടുക്കാൻ കഴിയില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ വാല്യൂസ് എന്താവില്ല, ആക്യുറേറ്റ് ആവില്ല. ദെൻ പ്രസിപ്പിറ്റേഷൻ മസ്റ്റ് ബി ഫ്രം റെയിൻഫോൾ ഒൺലി. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ റെയിൻഫോളിൻ്റെ ഫോമിൽ മാത്രമാണെങ്കിൽ എന്താണ്, ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. വേറെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നോഫോളോ അങ്ങനത്തെ ഫോമിലൊന്നും ആണെങ്കിൽ നമുക്ക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കബിൾ അല്ല. ദ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തിയറി ഈസ് ഒൺലി
പ്ലസ് ഓർ മൈനസ് 10% ഉള്ളി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആക്യുറസി എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 10% മാത്രമാണ് എന്ത് അക്യുറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. Then the base period is not exactly the same for all storms. എല്ലാ സ്റ്റോംസിനും എന്ത് ബേസ് പീരീഡ് സെയിം ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റോംസിന് എന്തായിരിക്കും? ഡിഫറെൻറ്റ് ബേസ് പീരീഡ് ആയിരിക്കും. ദ പ്രിൻസിപ്പിൾ ഓഫ് ലീനിയാരിറ്റി ഇസ് നോട്ട് സ്ട്രിക്ട്ലി കറക്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ലീനിയാരിറ്റി നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പിൾ ഓഫ് ലീനിയാരിറ്റി ഇറ്റ്സ് നോട്ട് സ്ട്രിക്ട്ലി കറക്റ്റ്. Catchment area shouldn't have large storage such as tanks, ponds, etc. അപ്പോൾ catchment ഏരിയയ്ക്ക് വലിയ എന്താ പറയുക സ്റ്റോറേജ് ആയിട്ട് വലിയ സ്റ്റോറേജുകൾ ലൈക്ക് പോണ്ട് അതുപോലെ ടാങ്ക് പോലത്തെ വലിയ സ്റ്റോറേജുകളൊന്നും catchment ഏരിയയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. catchment ഏരിയ എന്തായിരിക്കണം? സ്മോൾ ആയിരിക്കണം. നോട്ട് ആപ്ലിക്കബിൾ ഫോർ ബേസിൻസ് ഹാവിങ് എ ഹൈ വേരിയേഷൻ ഓഫ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി. റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയിൽ വലിയ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിന്തറ്റിക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് പോലെ തന്നെ ഉള്ളൊരു ഹൈഡ്രോഗ്രാഫാണ് എന്ത്? സിന്തറ്റിക് യൂണിറ്റ്, സ്നൈഡേഴ്സ് സിന്തറ്റിക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ് റിക്വയർ റെയിൻഫോൾ റൺ ഓഫ് ഡാറ്റ. റെയിൻഫോൾ റൺ ഓഫ് ഡാറ്റ വേണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് മാത്രമാണ് എന്തിനുള്ളത്? സിന്തറ്റിക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് എന്ത് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ പോലെ തന്നെ ബേസ് ടൈം ആണിത്. പിന്നെ ഇതാണ് പീക്ക് ഫ്ലോ, പീക്ക് പോയിന്റ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിന് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇത്രയാണ് എന്ത് നമ്മുടെ ടൈപ്സ് ഓഫ് ഹൈഡ്രോഗ്രാഫ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? ഫ്ലഡ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, വെള്ളപ്പൊക്കം. അതായത് ഡ്രൈ ഏരിയാസിൽ അൺയൂഷ്വലായിട്ട് എന്ത് ചെയ്യുക? റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഡ്രൈ ഏരിയാസിൽ അൺയൂഷ്വലായിട്ട് വാട്ടർ കടന്നു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലഡ് എന്ന് പറയുന്നത്. A flood is defined as water overflowing onto the land that usually is dry. അതായത് വാട്ടർ ഇല്ലാത്തൊരു ഏരിയയിൽ എന്ത് ചെയ്യാണ്? വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലഡ് എന്ന് പറയുന്നത്. Flooding is often thought of as a result of heavy rainfall, but floods can arise in a number of ways that are not directly related to ongoing weather events. അപ്പോൾ നമ്മൾ ഹെവി റെയിൻഫോൾ കാരണം മാത്രമല്ല എന്തുണ്ടാവുന്നത്? ഫ്ലഡ് ഉണ്ടാകുന്നത്. വേറെ ഒരുപാട് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് കാരണം ഫ്ലഡ് ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ഓരോ വർഷത്തിലും നമുക്ക് ഫ്ലഡ് കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നികത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ നമുക്ക് എന്താവാറുണ്ട്? ചിലവാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് പീക്ക് വാല്യൂ ഓഫ് ഫ്ലഡ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാം? ഫ്ലഡിൻ്റെ വാല്യൂ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് ഈ ഒരു ഫ്ലഡ് വരുന്ന ഏരിയാസ്, പ്രോൺ ഏരിയാസ് ഉണ്ട്, ഫ്ലഡ് പ്രോൺ ഏരിയാസും അതുപോലെ ഫ്ലഡ് എത്ര വരും എന്നുള്ള വാല്യൂസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. To estimate the magnitude of a flood peak, the following alternative methods are available. അപ്പോൾ നമുക്കൊരു ഫ്ലഡ് വാല്യൂവിൻ്റെ പീക്ക് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി യൂസ് ചെയ്യുന്ന 4 മെത്തേഡ്സുകളാണ്. ഫസ്റ്റ് മെത്തേഡ് ഇസ് റാഷണൽ മെത്തേഡ്, സെക്കൻഡ് വൺ എംപിരിക്കൽ മെത്തേഡ്, തേർഡ് വൺ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ടെക്നിക്, ഫോർത്ത് വൺ ഫ്ലഡ് ഫ്രീക്വൻസി സ്റ്റഡീസ്. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? റാഷണൽ മെത്തേഡാണ് അല്ലേ? അപ്പോൾ റാഷണൽ മെത്തേഡിൽ എന്താണ്? നമ്മുടെ റാഷണൽ മെത്തേഡ് നമ്മൾ പീക്ക് വാല്യൂ ഓഫ് റൺ ഓഫ് ആണ് കണ്ടെത്തുന്നത്. പീക്ക് വാല്യൂ ഓഫ് ഫ്ലഡ് ആണ് നമ്മളിതിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ
റെയിൻഫോൾ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റൺ ഓഫിൻ്റെ റേറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം 0 to മാക്സിമം പീക്ക് വാല്യൂ. അങ്ങനെ അത്തരത്തിൽ ഒരു വാട്ടർ ഒരു ഫാർത്തസ്റ്റ് പോയിന്റിൽ നിന്നും ഒരു ബേസിൻ്റെ ഔട്ട്ലെറ്റ് വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് എന്ത് പറയുന്നത്, ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വാട്ടർ ആ ഫാർത്തസ്റ്റ് പോയിന്റിൽ നിന്നും ഔട്ട്ലെറ്റിലോട്ട് എത്തി. ആ ഒരു ടൈം ഓഫ് കോൺസെൻട്രേഷനിൽ എവിടെ എത്തി, ഔട്ട്ലെറ്റിലെത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായി, കോൺസ്റ്റൻ്റ് ആയി അല്ലേ. അതായത് തുടക്കത്തിലായിരിക്കും എന്ത്, 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാർത്തസ്റ്റ് പോയിന്റിൽ നിന്നും ഈ ഒരു കാച്ച്മെൻറ്റിൻ്റെ ഔട്ട്ലെറ്റ് വരെ ട്രാവൽ ചെയ്ത് എത്താൻ എടുക്കുന്ന എന്താണ്, ടൈമാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫസ്റ്റിൽ എന്ത് ചെയ്യാണ്, റൺ ഓഫ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ്. 0യിൽ നിന്നും തുടങ്ങി റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് 0യിൽ നിന്നും ഗ്രാജുവലി ഇൻക്രീസസ് ആൻഡ് റീച്ചസ് എ മാക്സിമം പോയിന്റ്, ഒരു പീക്ക് വാല്യൂ എത്തി. അപ്പോഴേക്കും എന്തായി, നമ്മുടെ ബേസിനിലോട്ട് വെള്ളം എത്തി. അതിനുശേഷം പിന്നെ ഈ വെള്ളത്തിൻ്റെ റൺ ഓഫിൻ്റെ ഇതെന്ന് പറയുന്നത് എത്രയാണ്, കോൺസ്റ്റന്റ് റേറ്റ് ആണ് അല്ലേ. പിന്നെ അതിനകത്ത് ഇൻക്രീസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ആ ഒരു റേറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ടൈം ഓഫ് കോൺസെൻട്രേഷനിൽ പീക്ക് വാല്യൂ ഓഫ് റൺ ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്, ക്യൂ പീക്ക് ഇസ് ഈക്വൽ ടു CIA. Q is equal to Q peak is equal to CIA, where C is equal to coefficient of runoff. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൺ ഓഫ് കോഎഫിഷ്യൻ്റ് ആണ്. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആണ്. ആൻഡ് A is equal to ഏരിയ ഓഫ് കാച്ച്മെൻറ്റ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. Q peak is equal to CIA. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ടൈം ഓഫ് കോൺസെൻട്രേഷൻ, അതായത് ആ ഒരു ടൈമാണ് ഫസ്റ്റ് പോയിന്റ് തൊട്ട് ലാസ്റ്റ് പോയിന്റ് വരെ വാട്ടർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമാണ് എന്ത്, ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഓഫ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്, കിർപിച്ച് ഇക്വേഷൻ. ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഡിനോട്ട് ചെയ്യുന്നത് TC എന്നാണ്. കിർപിച്ച് ഇക്വേഷൻ അപ്പോൾ എന്താണ്, TC ഈസ് ഈക്വൽ ടു 0.01947 ഇൻറ്റു L റേസ് ടു 0.77 ഇൻറ്റു S റേസ് ടു -3.85. അപ്പോൾ കിർപിച്ച് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. TC ഈസ് ഈക്വൽ ടു 0.01947 ഇൻറ്റു L റേസ് ടു 0.77 ഇൻറ്റു S റേസ് ടു -3.385. അതിൽ TC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടൈം ഓഫ് കോൺസെൻട്രേഷൻ ആണ്. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ലെങ്ത് ഓഫ് ട്രാവൽ ആണ്. S എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ കാച്ച്മെൻ്റ് ആണ്. കാച്ച്മെൻറ്റിൻ്റെ സ്ലോപ്പാണ് എന്ത്, S എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ റൺ ഓഫ് കോഎഫിഷ്യൻ്റ് ആണ് അടുത്ത ടേം. റൺ ഓഫ് കോഎഫിഷ്യൻറ്റിൽ C ഈസ് ഈക്വൽ ടു റൺ ഓഫ് ബൈ റെയിൻഫോൾ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. C ഈസ് ഈക്വൽ ടു റൺ ഓഫ് ബൈ റെയിൻഫോൾ. റൺ ഓഫ് ബൈ റെയിൻഫോൾ ആണ് എന്ത്, C, റൺ ഓഫ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇഫ് ഡിഫറെൻറ്റ് പോർഷൻസ് ഓഫ് കാച്ച്മെൻറ്റ് ഹാവ് ഡിഫറെൻറ്റ് റൺ ഓഫ് കോഎഫിഷ്യൻ്റ്. ഇപ്പോൾ കാച്ച്മെൻറ്റിലെ ഡിഫറെൻറ്റ് പോർഷൻസിന് എന്താണ്, ഡിഫറെൻറ്റ് റൺ ഓഫ് കോഎഫിഷ്യൻസും അതുപോലെ ഏരിയാസും ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ C ഇക്വലൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, C ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു C1A1 പ്ലസ് C2A2 പ്ലസ് C3A3 എക്സെട്ര ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. divided by A1 plus A2 plus A3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് C ഇക്വലൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ C ഇക്വലൻ്റ്, Cൻ്റെ ഇക്വേഷനാണ് റൺ ഓഫ് ബൈ റെയിൻഫോൾ കേട്ടോ, കോഎഫിഷ്യൻ്റ് ഓഫ് റൺ ഓഫ്. അടുത്ത മെത്തേഡാണ് എംപിരിക്കൽ ഫോർമുലാസ്. നമുക്ക് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ പീക്ക് ഫ്ലോ കണ്ടെത്തുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് എംപിരിക്കൽ ഫോർമുലാസ്? ഫസ്റ്റ് വൺ ഇസ് ഡിക്കൻസ് ഫോർമുല. ഡിക്കൻസ് ഫോർമുലയിൽ എന്താണ്, QP is equal to CDA raised to 2/3. സോറി, QP is equal to CDA raised to 3/4. അപ്പോൾ അതിൽ QP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ആണ് കേട്ടോ.
മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് അതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാച്ച്മെൻറ്റ് ഏരിയ. സി ഡി എന്ന് പറഞ്ഞാൽ ഡിക്കൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിക്കൻസ് ഫോർമുല ഇസ് യൂസ്ഡ് ഇൻ ദ സെൻട്രൽ ആൻഡ് നോർത്തേൺ പാർട്സ് ഓഫ് ദ കൺട്രി. മെയിൻലി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ പാർട്ടിലും അതുപോലെ നോർത്തേൺ പാർട്സ് ഓഫ് ദ കൺട്രിയിലാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമുല ഇസ് ഈക്വൽ ടു QP is equal to CD A raised to 3/4. അതാണ് ഡിക്കൻസ് ഫോർമുല. അടുത്ത എംപിരിക്കൽ ഫോർമുല ഏതാണ്? റൈവീസ് ഫോർമുല. റൈവീസ് ഫോർമുലയിൽ QP is equal to CR A raised to 2/3. CR A raised to 2/3. അപ്പോൾ റൈവീസ് ആവുമ്പോൾ CR ആവും, ഡിക്കൻസ് ആയപ്പം CD ആയിരുന്നു കേട്ടോ. അപ്പോൾ റൈവീസ് കോൺസ്റ്റൻ്റ് ആവുമ്പോൾ CR ആവും. QP എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ആണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് കാച്ച്മെന്റ് ആണ്. CR എന്തായിരിക്കും? റൈവീസ് കോൺസ്റ്റന്റ് ആണ്. റൈവീസ് ഫോർമുല ഇസ് യൂസ്ഡ് ഇൻ തമിഴ്നാട് ആൻഡ് പാർട്സ് ഓഫ് കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. തമിഴ്നാട്ടിലും അതേപോലെ കർണാടക, ആന്ധ്രാപ്രദേശിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്. മൂന്നാമത്തെ എംപിരിക്കൽ ഫോർമുലയാണ് ഇംഗ്ലീഷ് ഫോർമുല. ഇതിനകത്ത് QP is equal to QP is equal to 124A divided by root of A plus 10.4. Okay, QP is equal to 124A divided by root of A plus 10.4 ആണ് ഇതിന് ഇക്വേഷൻ. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാച്ച്മെൻറ്റ് ഏരിയ ആണ്. QP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്ക് ഫ്ലോ അല്ലെ മാക്സിമം ഡിസ്ചാർജ് ആണ്. അടുത്തൊരു ടെക്നിക്ക് ഏതാണ്? നമ്മൾ ഫ്ലഡിൻ്റെ മാക്സിമം ഫ്ലഡ് വാല്യൂ കണ്ടെത്താൻ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ടെക്നിക്ക്. നമ്മളിതിൻ്റെ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രഡിക്ഷൻ ഓഫ് ഫ്ലഡ് ആണ് അല്ലെ. മെയിനായിട്ട് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഫ്ലഡ് പ്രഡിക്ഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലഡിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. The unit hydrograph technique described in the previous chapter can be used to predict the peak flood hydrograph if the rainfall producing the flood infiltration characteristics of the catchment and the appropriate unit hydrograph are available. അതായത് ഇൻഫിൽട്രേഷൻ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ റെയിൻഫോളും കാച്ച്മെൻറ്റിൻ്റെ ഒക്കെ വാല്യൂസും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫ്ലഡ് വാല്യൂ കണ്ടുപിടിക്കാം. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് flood frequency studies. Hydrological processes such as floods are exceedingly complex natural events. They are resultants of number of component parameters and are therefore very difficult to model analytically. Flood frequency studies എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഫ്ലഡിൻ്റെ പീക്ക് വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് നമ്മുടെ ഫ്ലഡിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.